എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങനെ തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരികയാണ്. ദാദാ, അവിടുന്ന് ഞങ്ങളെ ആമേൻ സ്തോത്രം അനുഗ്രഹിക്കുന്നതോർത്ത്, വാത്സല്യത്തോടെ ആമേൻ അങ്ങനെ ദാസൻ പറഞ്ഞതുപോലെ ചേർത്ത് പിടിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങളിലേക്ക് സഭയാ കുടുംബത്തെ മുറ്റുമാറ്റി ഏൽപ്പിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അടിയനോടും കർത്താവെ ആമേൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് സംസാരിക്കണമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിരിക്കുന്നൊരു സാന്നിധ്യവും പകർച്ചയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വരവോടും അപ്പോൾ ആ സ്തോത്രം ഞങ്ങളുടെ ആത്മമനവാളനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ ആമേൻ ചേരുവോളം കർത്താവെ ഞങ്ങളെ ആമേൻ സ്തോത്രം അണിയിച്ചൊരുക്കി കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച് കാവൽ ചെയ്ത് കൂട്ടായ്മ തന്ന് മാനിക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ ഹല്ലേലൂയ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നന്ദി. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലും അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം. അവിടുന്ന് ഞങ്ങളുടെ കേടുപാടുകളെ തീർത്ത് തരുമാറാണെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രസംഗിക്കുന്ന ഈ അടിയനും കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്കും ദൈവമേ ഒരുപോലെ ആമേൻ സ്തോത്രം ആമേൻ വിട്ടുതലിന് കാരണമാകും വിധം കർത്താവെ സൗഖ്യമാകും വിധം സ്വർഗത്തിലെ ദൈവം ചെത്തി മിനുക്കി വെടിപ്പാക്കും വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ സ്വർഗത്തിലെ ദൈവം ആ വചനത്തെ ആമേൻ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഞങ്ങളുടെ മേൽ തന്ന് അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അനുഗ്രഹിച്ചാട്ട് നാഥ, പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. സകല മാനവ മഹത്വവും കരയറ്റുന്നു യേശുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവിന് സ്തോത്രം. ഒരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. യാക്കോബിൻ്റെ ലേഖനം നാവിൻ്റെ ആമേൻ നാവിനെക്കുറിച്ചുള്ള ഒരു ആമേൻ നാവിനെ മെരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ആമേൻ സ്തോത്രം ഒരു വളരെ വിഖ്യാതമായിരിക്കുന്ന ഒരു ലേഖനമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നാവ് ഒരു അപകടം പിടിച്ച സംഭവമാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇത് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ഭയം കർത്താവിന് സ്തോത്രം ഉള്ളിൽ ഉണ്ടാകുന്നത് എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല. എന്തായാലും ആമേൻ നാവ് ഒരു അപകടകാരിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. കർത്താവിന് സ്തോത്രം.
നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് അവൻ യാക്കോബ് എഴുതുന്നത് 2-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ വചനം വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതി വച്ചിരിക്കുന്നൊരു വചനമാണെങ്കിലും ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഭവത്തിലൂടെ ഉള്ളവർക്ക് മനസ്സിലാകും. വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. കൗണ്ട് ഇറ്റ് ഫോർ ജോയ്. സന്തോഷത്തിനായിട്ട് എണ്ണണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് എളുപ്പമുള്ള കാര്യമാണോ? കർത്താവിന് സ്തോത്രം. ആമേൻ. ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിന് സ്തോത്രം. പലപ്പോഴും പരീക്ഷയുടെ ആമേൻ സാഹചര്യങ്ങൾ, പരിശോധനകൾ വരുമ്പോൾ ആമേൻ ഒന്നുകിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകും, അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോകും. കർത്താവിന് സ്തോത്രം. അങ്ങനെ പലവിധമായ കാര്യങ്ങളിലാണ് ഈ പരിശോധനയുടെ സമയത്ത് മനുഷ്യൻ ആയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളത്, ദൈവമുണ്ടോ പാസ്റ്ററെ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം വളരെ സ്വാഭാവികമായിരിക്കുന്ന ചോദ്യമാണ്. എപ്പോഴും കേൾക്കുന്ന ചോദ്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ വേറെ ചിലരാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല, പക്ഷേ ദൈവത്തോടുള്ള ആ പരിഭവം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാരത്തിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും മുന്നത്തെ പോലെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സ്വാഭാവികമായിട്ടും വരിക ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ അതേ വേദഭാഗം നമ്മൾ താഴത്തോട്ട് വായിച്ചപ്പോൾ ആമേൻ 3-ാമത്തെ വാക്യത്തിനകത്ത് വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പോൾ പരിശോധനയുടെ കാര്യം പറയുന്ന സ്ഥലത്ത് ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. സത്യത്തിൽ ജ്ഞാനം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ലോകത്തുള്ള ഒട്ടുമിക്ക ദൈവദാസന്മാരും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞു കൊടുക്കുന്നൊരു വചനമാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവായിരിക്കുന്നവൻ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്നുള്ള വചനം. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ഈ ജ്ഞാനം കുറവായിരിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ വിശ്വാസത്തിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ച് പറഞ്ഞ് വന്നിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യം, അതിൻ്റെ അടുത്ത വാക്യം എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ. ആമേൻ സ്തോത്രം. അവിടെയും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാ ഭത്സിക്കാതെ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഭത്സിക്കാതെ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചു വെച്ചത്. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്, പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ സ്തോത്രം. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും നേരാൻ വണ്ണം സാധിക്കാതെ അതങ്ങ് വിട്ടുകളയുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് ആ വചനത്തെ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം, കർത്താവിന് സ്തോത്രം, എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 2 തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? 2 തരത്തിലുള്ള ജ്ഞാനങ്ങൾ. കർത്താവിന് സ്തോത്രം. അത് 3-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. 13-ാമത്തെ വാക്യം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവർ ജ്ഞാനലക്ഷണമായ അപ്പോൾ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കുന്ന
ഒരു ജ്ഞാനമുണ്ട്. കർത്താവിന് സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? സൗമ്യതയോടെ, ചേർന്ന് പറഞ്ഞ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കുന്ന ജ്ഞാനം. നമുക്ക് ആ ജ്ഞാനത്തെ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയാം. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വാക്യം, അതിൻ്റെ അടുത്ത വാക്യം കൂടി വായിച്ചാട്ട് ദൈവദാസനെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ഷാഢ്യവും ഉണ്ടെങ്കിൽ 15-ാമത്തെ വാക്യം. ആമേൻ. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇനി ഒരു ജ്ഞാനമുണ്ട്, അത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായിരിക്കുന്ന ജ്ഞാനം അത്രേ. ആമേൻ. അപ്പോൾ 13-ാമത്തെ വാക്യത്തെ നമ്മൾ വിളിച്ചത് ദൈവത്തിൻ്റെ ജ്ഞാനമെന്നാണ്, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമെന്നാണ്. 15-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലൻ വേറെ ഒരു ജ്ഞാനവും കൂടി പറയുകയാണ്, അത് പൈശാചികമായിരിക്കുന്ന പ്രാകൃതമായിരിക്കുന്ന ഭൂമിയിലുള്ള ഭൗമികമായിരിക്കുന്ന ജ്ഞാനം. കർത്താവിന് സ്തോത്രം. ഇനി ഈ രണ്ട് ജ്ഞാനത്തെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തെയും പൈശാചികമായിരിക്കുന്ന ഭൂമിയിലുള്ള ജ്ഞാനത്തെയും ആമേൻ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം. അവൻ ജ്ഞാനലക്ഷണമായ, പറഞ്ഞ് ജ്ഞാനലക്ഷണമായ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനൊരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം എന്താണ്? സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കുന്ന ജ്ഞാനം. ആമേൻ. അപ്പോൾ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. ആമേൻ. അപ്പോൾ പൈശാചികമായിരിക്കുന്ന പൈശാചിക ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് 14-ാമത്തെ വാക്യത്തിനകത്തും 16-ാമത്തെ വാക്യത്തിനകത്തും പറയുന്നുണ്ട്. എന്താ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? ഹൃദയത്തിൽ, ഒരു നിമിഷം ഒന്ന് നിന്നാട്ടെ ദൈവദാസനെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഢ്യവും ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് ആമേൻ ഇത് പ്രാകൃതമാണ്, പൈശാചികവുമാണ്, ഭൗമികവുമാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ പൈശാചികമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിലൊന്നാണ് ഹൃദയത്തിലുള്ള കയ്പും ഈർഷ്യയും ഷാഢ്യവും. കർത്താവിന് സ്തോത്രം. ആമേൻ. ആമേൻ രാവിലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ദൈവം തന്ന ഒരു ചിന്തയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം, അതിൻ്റെ 23-ാമത്തെ തിരുവചനം. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, വായിച്ചാട്ടെ. മത്സരം ആവിചാരദോഷവും ഷാഢ്യം എന്ന് പറയുന്നത് മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞിരിക്കുന്നത് ശൗലിനെ കുറിച്ചാണ്. പക്ഷേ ഇത് ആമേൻ സ്തോത്രം, ആമേൻ വിശ്വാസിക്ക് എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവന് പഠിക്കാൻ പറ്റിയ ഒരു വചനമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. വിളിക്കപ്പെട്ടവന്, ശൗലിനെ സംബന്ധിച്ചിടത്തോളം ശൗല് വിളി കേട്ടിറങ്ങിയ മനുഷ്യനാണ് അല്ലേ? ശൗലിൻ്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ശൗലിന് ഇഷ്ടമില്ലെങ്കിലും ശൗലിൻ്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ വിളി കേട്ട് ഇറങ്ങിയ ശൗല് അവൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനത്തെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ കേൾക്കുമ്പോൾ ആമേൻ അതിനെ മുറുകെ പിടിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ചേർന്ന് പറഞ്ഞ് ദൈവവചനത്തെ മുറുകെ പിടിക്കണം. ഒരു പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആമേൻ സ്തോത്രം ഒരു രക്ഷാമാർഗമായിരിക്കും നീ അന്ന് കേട്ട തിരുവചനം. എത്ര പേര് ഇതിൻ്റെ ആമേൻ പറയും എനിക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനം
എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇറക്കി തന്ന ഒരുപക്ഷെ അവസാനത്തെ ആശ്രയമായിരിക്കാം. നമ്മൾ ഈ പറയത്തില്ല ലാസ്റ്റ് ബസ് എന്നൊക്കെ എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമായിരിക്കാം. അപ്പോൾ തിരുവചനം പറയുകയാണ്, വിളി കേട്ട് ഇറങ്ങിയവൻ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, വചനത്തെ തള്ളിക്കളഞ്ഞു. ആമേൻ. വചനത്തെ തള്ളിയതും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവനെയും അതുകൊണ്ട് അവൻ വിളി കേട്ട് ഇറങ്ങിയവനെയും തള്ളിക്കളഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? ആമേൻ. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ ഗൃഹം ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ഇപ്പോഴോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതോർത്ത് അനുദപിക്കുക. കർത്താവിന് സ്തോത്രം. അപ്പോൾ വിളി കേട്ട് ഇറങ്ങിയവൻ വചനത്തെ മുറുകെ പിടിക്കണം. കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിക്കണം. വചനത്തെ തള്ളിക്കളഞ്ഞാൽ ആമേൻ സ്തോത്രം, അത് അപകടമാണ്. കാരണം ദൈവം അവനെയും തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പം ആമേൻ, മത്സരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഭിചാരദോഷം വരും. നമ്മൾ ആരും ആഭിചാരത്തിന് പോയിട്ടില്ല, അല്ലേ? കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷമെങ്കിലും ആരും പോയിട്ടില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ അവൻ ആഭിചാരകനെ കാണാതെ, ആഭിചാരം ചെയ്യാതെ, ആഭിചാരത്തിൽ പങ്കാളിയാകുന്ന ഒരു പ്രവൃത്തിയാണ് മത്സരം. കർത്താവിന് സ്തോത്രം. ആമേൻ. ഇത് കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെ, കർത്താവിന് സ്തോത്രം, പിശാചിന് എളുപ്പമാണ് പ്രിയമുള്ളവരെ. നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്തോ ലക്ഷണവിദ്യക്കാരൻ്റെ അടുത്തോ നമ്മൾ പോയിട്ടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവിന് സ്തോത്രം. പിശാച് ചിരിച്ചുകൊണ്ട് പറയും, നിന്നെ ഞാൻ മത്സരത്തിനകത്ത് എന്നേ കുടുക്കിയതാ. കർത്താവിന് സ്തോത്രം. അപ്പം മത്സരമെന്ന് പറയുന്നത് എവിടെയാകട്ടെ, മത്സരമെന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ മത്സരിക്കുന്ന ആളുകളെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ തിരുവചനത്തെ മാറ്റി നിർത്തുമ്പോൾ നാം മത്സരിക്കുന്നത് ദൈവത്തോടാണ്, അല്ലേ? കർത്താവിന് സ്തോത്രം. അപ്പം മത്സരം ആഭിചാരവും ലക്ഷണവിദ്യ ഷാഢ്യം പോലെയും, ആഭിചാരദോഷം പോലെയും ഷാഢ്യം മിഥ്യാഭ്യൂജ, എനിക്കെൻ്റെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നവൻ ഷാഢ്യം. എനിക്കെൻ്റെ പിള്ളേർ ശബ്ദം ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, അവർ പറയുന്നൊരു കാര്യം, എനിക്കത് കിട്ടണം, എനിക്ക് കിട്ടിയേ പറ്റൂ. അവർ തലകുത്തി എന്ന് പറയും, വീണ് പറയും, കരഞ്ഞ് ഒരു പരിവമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെയാ ഷാഢ്യം. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഷാഢ്യമെന്ന് പറയുന്നത് മിഥ്യാപൂജയും വിഗ്രഹാരാധനയുമാണ്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ രക്ഷയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം തന്നതാണ്. കർത്താവിന് സ്തോത്രം. മിഥ്യാപൂജയും വിഗ്രഹാരാധനയും ആമേൻ സ്തോത്രം തലമുറകളുടെ ശാപമാണ് മേടിക്കുന്നത് നമുക്കറിയാം, അല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 5 പെട്ടെന്ന് വായിച്ചു. എൻ്റെ സമയം തീർന്നു, എൻ്റെ മെസ്സേജിനകത്തേക്കൊക്കെ കയറണം. കർത്താവിന് സ്തോത്രം. പെട്ടെന്നൊന്ന് വായിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ. കേട് തീർത്തങ്ങ് പോവാം. വിഗ്രഹങ്ങൾ, അതിൻ്റെ മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. ദിസ് ഈസ് എ കമാൻഡ്. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം. കർത്താവിന് സ്തോത്രം. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനേ, ഈ ഷാഢ്യമൊന്ന് വിട്ട് കളയാമെങ്കിൽ നിൻ്റെ 4 തലമുറകൾ ആമേൻ സ്തോത്രം രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലേ? കർത്താവിന് സ്തോത്രം. ഷാഢ്യമെന്ന് പറയുന്നത് വിഗ്രഹാരാധന പോലെയാണെന്ന് തിരുവചനം പറയുകയാണ്. ഇതൊരു വലിയ പ്രവാചകൻ
ശൗലിനോട് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം മത്സരം എന്ന് പറയുന്നത് ആഭിചാരവും ഷാഢ്യമെന്ന് പറയുന്നത് വിഗ്രഹാരാധനയുമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഷാഢ്യം കൊണ്ടുവരുന്നത് ശാപമാണെന്ന് തിരിച്ചറിയണം. അല്ലേ? മിനിമം 3-4 തലമുറ വരെ ഒരു പാവം മക്കൾ, ഒന്നും അറിയാത്ത മക്കൾ, എവിടെന്നാ? അപ്പനെങ്ങനെ ഉണ്ടായി, അവരുടെ അപ്പനെങ്ങനെ ഉണ്ടായി, മക്കൾക്ക് അങ്ങനെ ഉണ്ടായി, ഒന്നും അറിയാതെ അനുഭവിക്കുക. എന്താ കാര്യം? 4 തലമുറകളിലേക്ക് പകരപ്പെടുന്ന ശാപം. കർത്താവിന് സ്തോത്രം. നമുക്ക് നമ്മുടെ ജ്ഞാനത്തിനകത്തേക്ക് തിരികെ വരാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്തേക്ക് തിരികെ വരാം. കർത്താവിന് സ്തോത്രം. 14-ാമത്തെ വാക്യത്തിനകത്തേക്ക്, നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഢ്യവുമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പോൾ ഷാഢ്യമുണ്ടാക്കുന്നത് ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. ഇറ്റ്സ് നോട്ട് ദ വിസ്ഡം ഫ്രം അബവ്. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല ഷാഢ്യമുണ്ടാക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ആ വാക്യത്തെ ശ്രദ്ധിച്ചോ. പിന്നെ ഏത് ജ്ഞാനമാണ്? പൈശാചികമായിരിക്കുന്ന, ഭൗമികമായിരിക്കുന്ന, പ്രാകൃതമായിരിക്കുന്ന, അല്ലേ? കർത്താവിന് സ്തോത്രം. അപ്പോൾ പൈശാചികമായിരിക്കുന്ന ജ്ഞാനമുണ്ട്, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. അത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമല്ല. ആമേൻ. സ്തോത്രം. അറിവ് പഠിച്ചു കൂട്ടി എൻസൈക്ലോപീഡിയ മുഴുവൻ മേടിച്ചു കൂട്ടി പിന്നെയും ഗൂഗിൾ മുഴുവൻ പഠിച്ച് അകത്ത് തലയെ കയറ്റാൻ, ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. പിന്നെയോ ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായിരിക്കുന്ന ജ്ഞാനത്തിൽ നടക്കുന്നവന് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്ന ഉന്നതത്തിലെ ജ്ഞാനമില്ല എങ്കിൽ അവൻ ചോദിക്കട്ടെ എന്നാ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഈ ജ്ഞാനം എന്തിനാ നമ്മൾ പ്രാപിക്കുന്നേ? എന്തിനാ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് വേണമെന്ന് അപ്പോസ്തലൻ പറയുന്നത്? എന്തിനാ? 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പരീക്ഷ സഹിക്കുമ്പോൾ, ആമേൻ, എന്താ പറഞ്ഞിരിക്കുന്നു? 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, 2 മുതൽ വായിച്ചാട്ടെ. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്കു തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുക, അടുത്ത വാക്യത്തിൽ പറയുക. ഇപ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഉന്നതത്തിൽ നിന്നുള്ള, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമില്ലാതെ പരീക്ഷയ്ക്കകത്ത് സ്ഥിരതയോടെ നിൽക്കുവാൻ നിനക്ക് സാധ്യമല്ല. ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് ജ്ഞാനം കുറവുണ്ടെങ്കിൽ ആമേൻ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, ഔദാര്യത്തോടു കൂടി ഭത്സിക്കാതെ കൊടുക്കുന്നവൻ. കർത്താവിന് സ്തോത്രം. ഈ ഭത്സിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭത്സിക്കുന്നതല്ല, ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. പ്രാകൃതവും പൈശാചികവുമായിരിക്കുന്ന ജ്ഞാനത്തിൽ ഈർഷ്യയിലും ഷാഢ്യത്തിലും സെൽഫിഷ് അംബീഷൻ, അങ്ങനെ സീക്കിംഗ് ഈസ് ഓൺ. കർത്താവിന് സ്തോത്രം. അങ്ങനെ പല കാര്യങ്ങളും, അസൂയ, ജലസി എല്ലാം ഉണ്ട്. ഇതിനകത്തൊക്കെ നഷ്ടപ്പെട്ടു പോയ നമ്മെ എല്ലാവരെയും വിളിച്ചിട്ട് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ഷാഢ്യത്തിൽ കിടക്കുന്ന നമ്മളോട് പറയുക.
മത്സരത്തിൽ കിടക്കുന്ന നമ്മളോട് പറയുക, വിദ്വേഷത്തിൽ കിടക്കുന്ന നമ്മളോട് പറയുക, അനുസരണമില്ലായ്മയിൽ കിടക്കുന്ന നമ്മളോട് പറയുക, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ള ഉന്നതത്തിലെ ജ്ഞാനത്തിനു വേണ്ടി നിങ്ങൾ ചോദിച്ചോ, ഔദാര്യത്തോടു കൂടി നിങ്ങളെ ഭത്സിക്കാതെ അവൻ നിങ്ങൾക്ക് ഔദാര്യത്തോട് തരും. അങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ നിങ്ങളിൽ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അവൻ നിങ്ങൾക്ക് അവന് ലഭിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത 1-2 വാക്യങ്ങളോട് വായിക്കാം. കർത്താവിന് സ്തോത്രം. എന്നാൽ അവൻ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ, എങ്ങനെയാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രാപിക്കുക? ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പോരായ്മകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഈ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എനിക്കൊരു പ്രാഗൽഭ്യവുമില്ല എന്ന് പറഞ്ഞ് സംശയിച്ച് നീ ആടിപ്പോകരുതെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്ക് ഉയരത്തിലെ ജ്ഞാനം ആവശ്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ചോദിച്ചാട്ടെ. ക്ഷമിക്കുന്നവനായൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങളെ ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഉറപ്പ് തന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരി ക്രൂശിൻ്റെ മുകളിൽ 3 ആണിമേൽ ആമേൻ സ്തോത്രം എനിക്ക് പകരക്കാരനായി മരണശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസത്തോടെ ചോദിച്ചാട്ടെ. ഇന്ന് പകൽ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനത്തെ മുറുകെ പിടിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ആമേൻ. ശൗല് വചനം കേട്ടു, എന്നാൽ ആ വചനത്തെ അവൻ തള്ളിക്കളഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് ദൈവവും അവനെ തള്ളിക്കളഞ്ഞു. ഇന്ന് പകൽ ഈ വചനത്തെ മുറുകെ പിടിക്കുവാൻ, ജീവിതത്തിനകത്ത് എൻ്റെ ദൈവമേ എനിക്ക് ഉയരത്തിലെ ജ്ഞാനം വേണം, ഉയരത്തിലെ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ സൗമ്യതയോടെ നല്ല നടപ്പിൽ ആ ജ്ഞാനത്തിൻ്റെ ലക്ഷണത്തെ എനിക്ക് കാണിക്കാൻ പറ്റൂ എന്ന് അവൻ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഔദാര്യമായി ഭത്സിക്കാതെ തരും. കർത്താവിന് സ്തോത്രം. അവൻ അതിൻ്റെ അടുത്ത വാക്യത്തിനകത്ത് വായിച്ചേട്ടെ. കർത്താവിന് സ്തോത്രം. അവിശ്വാസത്തോടെ ചോദിക്കുന്നവൻ ഒന്നും ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ. അപ്പം ഈ ജ്ഞാനത്തെ പ്രാപിക്കണമെങ്കിൽ ഡബിൾ മൈൻഡഡ് ഹാർട്ട് ഉണ്ടാകാൻ പാടില്ല. എന്താ ഇരുമനസ്സ്? ഇരുമനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം, ഈ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരതയില്ലാത്ത ആൾക്കാർ, അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ അതല്ല. പിന്നെ ഏതാ അവിടെ പറഞ്ഞിരിക്കുന്ന ഇരുമനസ്സ്? ഈ ഞായറാഴ്ച ഇതിൻ്റെ അകത്തിരുന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരാഗ്രഹമില്ലേ, നന്നാകണമെന്നും ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണമെന്നും എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ എന്നൊക്കെ തോന്നുന്നില്ലേ? ആ മനസ്സൊരു മനസ്സ്. ഇനി ഈ ആശീർവാദം പറഞ്ഞ് ഇത് പുറത്തിറങ്ങി ചായ കുടിച്ച് ഭയങ്കര ബഹളമൊക്കെ ആയി, അപ്പോൾ നമ്മൾ കേട്ടതെല്ലാം മാറിപ്പോയി വീണ്ടും പഴയതുപോലെയാകത്തില്ലേ? അത് വേറൊരു മനസ്സ്. ആ 2 മനസ്സിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുമനസ്സുള്ളവൻ, ഡബിൾ മൈൻഡഡ്, അങ്ങനെയുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അൺസ്റ്റേബിൾ, അവന് സ്ഥിരതയില്ല. അവൻ സോദരൻ വായിച്ചോ, താഴ്ത്തിട്ട് വായിച്ചോ. അല്ല അതിന് മുമ്പുള്ളത് ഇരുമനസ്സുള്ള മനുഷ്യൻ. 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ.
അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി, ടു നൈറ്റ്, നൗ ഈസ് ദ ടൈം. ഇന്നു രാത്രി പറയാമെങ്കിൽ ദൈവസന്നിധിയിൽ ഇവിടെ ശ്രദ്ധിച്ചോ. വലിയ പ്രധാനപ്പെട്ടൊരു മർമ്മമാണ്. ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇതുപോലൊരു വചനമില്ല. കർത്താവിന് സ്തോത്രം. 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നതും 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരു നിമിഷം ഒന്ന് അനുസരിക്കാമോ? നീ വർഷങ്ങളുടെ അനുഗ്രഹം ഒറ്റ നിമിഷം കൊണ്ടുപോകും. ധൂർത്തപുത്രന് സംഭവിച്ച അതല്ലേ? ധൂർത്തപുത്രന് സംഭവിച്ചത്, ധൂർത്തപുത്രൻ്റെ ക്രെഡിറ്റിനകത്ത്, ബാലൻസ് ഷീറ്റിനകത്ത് എന്ത് നന്മയാവുള്ളേ? അപ്പൻ്റെ പൈസ കൊണ്ടുപോയി ട്രേഡ് ചെയ്ത്, അപ്പ ഞാൻ ഇത്രയും കൂടി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടു കൊടുത്തു. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന മകനെ എന്ന് പറയാൻ തക്ക വിധം അപ്പൻ്റെ പോക്കറ്റും കാലിയാക്കി, തൻ്റെ പോക്കറ്റും കാലിയാക്കി, പന്നിയുടെ കൂടെ കിടന്ന് ഒരു ഗതിയും പരഗതിയുമില്ലാതെ, നിവൃത്തിയില്ലാതെ കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് ചിന്തിച്ചാ താൻ തിരിച്ചു വന്നേ. കർത്താവിന് സ്തോത്രം. അത്രയേ ഉള്ളൂ പ്രതീക്ഷ. അതിനുള്ള യോഗ്യതയെ തനിക്കുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, കർത്താവിന് സ്തോത്രം. സുബോധമുണ്ടായാൽ അനുഗ്രഹിക്കപ്പെടും. He came to his senses എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിനകത്ത് പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതുവരെ ഷാഢ്യത്തിലാണ്, എനിക്കൊരു മാറ്റവും ഇല്ല. ഐ എം നോട്ട് ഗോയിങ് ടു ലിസൺ ടു യു. അതുവരെ മത്സരത്തിനകത്താണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു നിമിഷം വചനം കേട്ടപ്പോൾ പെട്ടെന്ന് ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു സുബോധം ഉണ്ടായി. എന്താ ചെയ്തതെന്നറിയാമോ? പന്നിക്കുഴിയുന്ന അന്നേരം എഴുന്നേറ്റു അപ്പൻ്റെ ഭവനത്തിലേക്ക് നടക്കുകയാണ്. ആമേൻ. ഒന്നുമില്ല, നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല ബാലൻസ് ഷീറ്റിനകത്ത്. എന്നാൽ ആ അപ്പൻ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് മോതിരമിടിവിപ്പിച്ച് ഉടുപ്പിടിപ്പിച്ച് കൊഴുത്തതിനെ കൊന്ന് അവിടെ ബാർബിക്യൊക്കെ ഉണ്ടാക്കി സകലതും ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ ഒരുത്തനുണ്ട്. കാലാകാലങ്ങൾ 40ഉം 20ഉം ഒക്കെ ഇരുന്ന് ആമേൻ സ്തോത്രം അപ്പൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തൻ. അവന് കിട്ടാത്ത സൗഭാഗ്യമാണ്. നിങ്ങളാരും കെറുവിക്കരുത്, വചനവിരുദ്ധമാണെന്നൊന്നും പറയരുത്. ഞാനതിൻ്റെ ആ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. 40ഉം 20ഉം ഒക്കെ ഇരുന്ന് യേശുവിൻ ദൈവത്തിൻ്റെ കൂടെ അപ്പൻ്റെ കൂടെ ഇരുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു മകനുണ്ടല്ലോ, മൂത്ത പുത്രൻ. ആമേൻ. ഒരു ജ്യേഷ്ഠൻ അവിടെ ഉണ്ടല്ലോ. അവന് വേണ്ടി ഒരു കുഞ്ഞിനെ, ഒരു കാളക്കുട്ടിയെ പോലും, ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാത്ത അപ്പൻ അനുസരിച്ച ഒരു കുഞ്ഞിന് വേണ്ടി, ധൂർത്തപുത്രനാണെങ്കിലും നശിപ്പിച്ചവനാണെങ്കിലും സകലതും ചെയ്യുക. ഇന്ന് രാത്രി അനുസരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം വലിയത് ചെയ്യും. ഇന്നലത്തെ നഷ്ടങ്ങളുടെ കണക്ക് സ്വർഗം എഴുതി തള്ളും. കർത്താവിന് സ്തോത്രം. ഇന്നു രാത്രി അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നലെ വരെ, ഇന്നു വരെ, ഈ നിമിഷം വരെ ചെയ്തത് ഓർക്കാൻ സാധിക്കാത്ത ഒരു നല്ല അപ്പച്ചൻ. എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യം, എനിക്കത് സഹിക്കാൻ വരില്ല. അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പനും മകനും തമ്മിലുള്ള കോൺവെർസേഷൻ. ധൂർത്തപുത്രൻ പറയുക, അപ്പ ഞാൻ യോഗ്യനല്ല, എല്ലാം നശിപ്പിച്ചു, തീർന്നു, ഒന്നുമില്ല, ഞാൻ നിനക്കെതിരായിട്ട് പാപം ചെയ്തു, അപ്പനെതിരായിട്ട്. അപ്പൻ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പം പറയുന്നത് എന്താ? ഓരോ വാക്ക് ഞാൻ യോഗ്യനല്ലെന്ന് മകൻ പറയുമ്പോൾ അപ്പം പറയുന്നത് എന്താ അറിയുമോ? മോതിരം കൊണ്ടുപോവാ, ചെരുപ്പ് കൊണ്ടുപോവാ, കർത്താവിന് നല്ല ഉടുപ്പ് കൊണ്ടുപോവാ, ഭക്ഷിക്കാൻ കൊടുക്കുക. ഞാൻ യോഗ്യനല്ലപ്പ, ഞാൻ യോഗ്യനല്ല. അപ്പുറത്ത് അപ്പം പറയുന്നത് അതറിയുമോ? ഓ ശാഖാമാനാ. വേഗം അങ്ങ് വായിച്ച് മോതിരം കൊണ്ടുപോവാ, കാൽ ചെരുപ്പിടുവേൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവരുവേൻ. ഒരു വശത്ത് മകൻ പറയുകയാ, അപ്പ ഞാൻ ചെയ്ത് കൂട്ടിയതൊന്നും നിനക്കറിയാൻ മേലേ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവർ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയതിൻ്റെ കണക്ക് കൃത്യമായിട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കലുണ്ട്. എന്നാൽ
ആമേൻ സ്തോത്രം. അത് ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിയാമെന്നുള്ളത് ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറിപ്പോകാത്ത അവൻ്റെ തിരുവചനമാണ്. അതിനെ ഒന്ന് മുറുകെ പിടിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. രാത്രി ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളത്തിനകത്തൊരു ഭാരം ഉണ്ടാകും. ദൈവമേ, ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത്? അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാ ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുന്നേ? എങ്ങനെയാ ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുന്നേ? കർത്താവിന് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ആരാണെന്ന് പഠിക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23-24 തിരുവചനങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ പാസ്റ്ററെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും പ്രസംഗിക്കപ്പെടുന്നുവെങ്കിൽ പ്രസംഗിക്കാൻ ഒരാളേ ഉള്ളൂ, ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അത് ജ്ഞാനമാണെങ്കിലും ഉയരത്തിലെ ജ്ഞാനമാണെങ്കിലും എന്താണെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ചേർന്ന് പറഞ്ഞ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. വി പ്രീച്ച് ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയാണവൻ, ജാതികൾക്ക് അവൻ ഭോഷത്വമാണ്. എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും അവൻ ദൈവശക്തിയും. he is the wisdom from above. അവൻ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനവുമാണ്. പ്രിയമുള്ളവരെ, ഉയരത്തിലുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ നിന്റെ നല്ല നടപ്പ് ഉറപ്പാ. For sure you will be changed. ലോകത്തിലെ ക്രിമിനൽസിനെ ചേഞ്ച് ആക്കിയത് ഈ ലോകത്തിൻ്റെ ഫിലോസഫി ഒന്നുമല്ല, ഈ കൊച്ചു പുസ്തകമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലൊരു മാസയോഗത്തിൽ, IPCയുടെ ഒരു മാസയോഗത്തിൽ ശുശ്രൂഷിക്കാൻ കുറച്ച് അവസരം കിട്ടി. കർത്താവിന് സ്തോത്രം. അവിടെ ഇരുന്ന് മെസ്സേജ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് പേരെന്നെ ചർച്ചിലേക്ക് ക്ഷണിച്ചു. സ്തോത്രം. അന്നേരം വിളിച്ച കൂട്ടത്തിനകത്ത് ഒരാളുണ്ടായിരുന്നു. കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിലും വരണം, എൻ്റെ ചർച്ചിലും വരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഒരു പാപിയായ മനുഷ്യനായിരുന്നു. ജീവപര്യന്തം എന്നെ സ്തോത്രം ശിക്ഷിച്ച ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ വെച്ച് ആരോ പറഞ്ഞ സുവിശേഷം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ടതാ. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാ അതുവരെ ആർക്കും ചേഞ്ച് ആക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം, ഭൗമികവും പൈശാചികവുമായിരിക്കുന്ന ജ്ഞാനത്തിനകത്ത് കറങ്ങിക്കിടന്നവൻ ഒറ്റ നിമിഷം കൊണ്ട് സ്തോത്രം ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറിയത്? ഈ പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുനീരോടെ എങ്ങനെയാ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? കർത്താവിന് സ്തോത്രം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് അതൊരു അറിവല്ല, അതൊരു വ്യക്തിയാ. അവൻ്റെ പേരാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് ഷാഠ്യത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി കുറവുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി കുറവുണ്ടെന്ന് സമ്മതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം കർത്താവിനോടൊന്ന് പറയാമോ? കണ്ണുകളെ അടച്ച്, യേശുവേ, ഞാൻ യോഗ്യനല്ല, അപ്പൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യൻ. നിനക്കെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായിരിക്കുന്ന ശാഠ്യം, അസൂയ, വിദ്വേഷം എല്ലാറ്റിനകത്തും ഞാൻ പെട്ടുപോയി. ഇന്ന് രാത്രി എൻ്റെ അകത്തേക്കൊന്ന് വരണമേ, എന്നെ ഒന്ന് ശുദ്ധിയാക്കണമേ. നിന്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കണമേ. കർത്താവിന് സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് വിശ്വാസത്തോടെ, ഇരുമനസ്സില്ലാതെ,
വേണമെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ, കേട്ട വചനമല്ലേ, ദൈവദാസൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഉറപ്പോടെ, സംശയിക്കാതെ. ആമേൻ, സ്തോത്രം. കാറ്റിൽ അലയുന്ന തിരമാലകൾ പോലെ അല്ലാതെ ഉറപ്പോടെ ഒന്ന് ചോദിച്ചാട്ടെ, യേശുവേ, ഇന്ന് മുതൽ എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്. എനിക്ക് സാധ്യമല്ല, ഉയരത്തിലെ ജ്ഞാനം കൂടാതെ എനിക്ക് സാധ്യമല്ല. എനിക്കൊരു മാനസാന്തരം, എനിക്കൊരു മാറിയ ജീവിതം എനിക്ക് സാധ്യമല്ല. ഇന്ന് രാത്രി എനിക്ക് വേണം. എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, ആമേൻ, എൻ്റെ പരിശോധനയ്ക്കകത്ത്, എൻ്റെ പരീക്ഷകൾക്കകത്ത്, ആമേൻ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ പഠനത്തിനകത്ത്, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എനിക്കില്ലാത്ത ഒരു പേരുണ്ട്. ആമേൻ. ഒരു ദൈവ പൈതലെന്ന് ലോകമെനിയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ, ഒരു സൗരഭ്യവാസനയാകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വിശ്വാസി എന്ന് പേരുണ്ട്, പള്ളിക്കാരൻ എന്ന് പേരുണ്ട്. ഞായറാഴ്ച പള്ളിക്കാരൻ, ക്രിസ്ത്യാനി, വിശ്വാസി. പക്ഷെ എന്നെ കണ്ടിട്ട് ആരും പറഞ്ഞില്ല ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന്. ഇന്ന് രാത്രി ഈ പ്രാകൃതമായിരിക്കുന്ന, പൈശാചികമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാകുന്ന ക്രിസ്തുവേ, നീ ഒന്ന് വന്ന് വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇരുമനസ്സോടെ അല്ലേ അപ്പാ, ഒരു തീരുമാനത്തോടെ. കർത്താവ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ. നിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞ ശൗലിനെ പോലെ തിരസ്കരിക്കപ്പെടുവാൻ ഇടയാകാതെ ഇന്നു രാത്രി ഞാൻ എന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ രൂപാന്തരപ്പെടുത്തണം. ഇന്ന് രാത്രി സ്വർഗം നിന്നെ അനുഗ്രഹിക്കുക. മകനെ, നിന്നെ തൊടുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. മകളെ, നിന്നെ മാനിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. നിന്നെക്കുറിച്ചൊരു ക്രിമിനൽ എന്ന പേര് സ്വർഗം മായിച്ചു കളഞ്ഞിട്ട് അന്യനും പരദേശിയും എന്ന പേര്, അവൻ ചങ്കിലെ ചോര കൊണ്ടവൻ മായിച്ചിട്ട് അവിടെ മകനെന്ന് എഴുതി ചേർക്കുകയാ. എൻ്റെ മകൻ, എൻ്റെ മകൾ. ദൈവം നിന്നെ മാനിക്കുന്ന രാത്രി, അപ്പൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന രാത്രി. അവൻ, ഞാൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ചേർത്ത് പിടിക്കുന്ന രാത്രിയാ. കർത്താവിനോട് പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഷാഢ്യമൊക്കെ ഒന്ന് മാറട്ടെ. ആമേൻ. ഒരു പെന്തിക്കോസ്ത് ഭവനമെന്ന പേര്, ആമേൻ, നാടിനും നാട്ടുകാർക്കും അപമാനമായിട്ട് എനിക്കുണ്ടായി. ഇന്ന് രാത്രി മാറട്ടെ. ആമേൻ. അവരൊരു സൗരഭ്യവാസനയാ. ആമേൻ. ഷീ ഈസ് എ, ആമേൻ, സ്തോത്രം, aroma in the presence of God. ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാണെന്ന് നിന്നെക്കുറിച്ച് സ്വർഗം സാക്ഷ്യപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന സകല കുഞ്ഞുങ്ങളുടെ മേലും ഒരാൾമാറാട്ടം നടക്കുകയാ. നിനക്കില്ലാത്ത സാക്ഷ്യം സ്വർഗം ഇന്ന് രാത്രി തരും. നിന്റെ അപ്പന് നിന്റെ കണക്കിൻ്റെ ആവശ്യമില്ല. നിന്റെ കണക്ക് പുസ്തകം അവന് ആവശ്യമില്ലെന്ന് ഭത്സിക്കാതെ ഔദാര്യത്തോടുകൂടി അവൻ തന്റെ പുത്രനെ നിന്റെ അകത്തേക്ക് പകരുന്ന രാത്രിയാ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ചോദിക്കട്ടെ. എൻ്റെ അപ്പ, എൻ്റെ അകത്ത് വരണമേ. ദൈവദാസനാണെന്ന് പേരെനിക്കുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഒരു മകനാകാൻ സാധിച്ചിട്ടില്ല, ഒരു സൗരഭ്യവാസനയാകുവാൻ സാധിച്ചിട്ടില്ല. നല്ല സാക്ഷ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷെ പരാജയപ്പെട്ടു പോയി. പന്നിക്കൂട്ടിനകത്ത് വാളവരെ തിന്ന് കിടന്നപ്പോൾ ദൈവമേ, സുബോധമുണ്ടായിട്ട്, ഒരിക്കൽ കൂടി സുബോധമുണ്ടായിട്ട് തിരിച്ചു വന്നിരിക്കുക. എന്നെ ഒന്ന് മകനാക്കണമേ. ഒരിക്കൽ കൂടി, once again, കർത്താവേ, ആമേൻ, സ്തോത്രം, one more time, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധിയാക്കണമേ. ഉന്നത ജ്ഞാനമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ആമേൻ, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജ്ഞാനമേ,
ദൈവത്തിൻ്റെ ജ്ഞാനമേ എൻ്റെ അകത്ത് വന്ന് വാഴണമേ. യേശു നിന്റെ അകത്തേക്ക് ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീ ആൾ മാറിയവനാകും. നിന്റെ ഷാഢ്യത്തിൻ്റെ സ്ഥാനത്ത് സൗമ്യത കൊണ്ട് നിറയും. പ്രിയ മകനെ, നിന്നെ കൊണ്ട് സാധിച്ചില്ല, മകളെ നിന്നെ കൊണ്ട് സാധിച്ചില്ല, എന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിന്റെ അകത്ത് അവൻ സ്തോത്രം നിനക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാ. നിന്നെ കൊണ്ട് നല്ല പ്രവർത്തികളെ സ്വർഗം ചെയ്യിപ്പിക്കാൻ പോവുകയാ. നിന്റെ വായ് നല്ലത് പറയാൻ തുടങ്ങാൻ പോകുക. നിന്റെ കരങ്ങൾ നല്ലത് ചെയ്യാൻ പോകുക. നീ നന്മയ്ക്കായിട്ട് ഓടാൻ പോകുക. ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നിന്റെ ദൈവം സ്വർഗത്തിലെ ദൈവം കരങ്ങളിൽ എടുക്കാൻ പോവുക. ആർക്കും വേണ്ടിയിട്ടല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കാൻ പോവുക. കർത്താവിനോട് പറഞ്ഞാട്ടെ, നിന്റെ കൊച്ചു കൊച്ചു വാക്കുകളിൽ നിനക്കറിയാവുന്നതുപോലെ ദൈവത്തോട് പറഞ്ഞാട്ടെ. അപ്പാ, ദൈവദാസൻ എന്ന് പേരുണ്ട്, പാസ്റ്റർ എന്ന് പേരുണ്ട്. ആമേൻ, സ്തോത്രം, വീടിനകത്ത് സാക്ഷ്യം പോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസി എന്ന് പേരുണ്ട്. ആമേൻ, സ്തോത്രം, മാനസാന്തരപ്പെട്ടവനൊന്നും നാട്ടുകാരി പറഞ്ഞിട്ടില്ല. ആമേൻ, സ്തോത്രം, ജോലി സ്ഥലത്ത് എനിക്ക് പേരില്ല. എന്നെ കണ്ടിട്ട് ആരും ക്രിസ്തുവിനെ കണ്ടില്ല. എന്നെ കണ്ടിട്ട് ആരും ഇന്നുവരെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവിനെ വേണമെന്ന് പറഞ്ഞില്ല. ഇന്ന് രാത്രി കർത്താവേ, ഒരു മകനായേ പറ്റൂ, ഒരു മകളായേ പറ്റൂ. ഉയരത്തിലെ ജ്ഞാനം കൊണ്ടല്ലാതെ എനിക്കത് സാധ്യമല്ല. ഇരുമനസ്സോടെ അല്ല, ഉറപ്പോടെ ഞാൻ ചോദിക്കുക, എനിക്ക് വേണം അപ്പാ. യേശുവേ, എനിക്ക് വേണം. കർത്താവിന് സ്തോത്രം. അപ്പച്ചാ, ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ ജീവിതങ്ങളുണ്ട്, കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ എന്തു ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ, പ്രിയ കുഞ്ഞുങ്ങൾ ആരാധിക്കുന്ന സഭയുടെ ദൈവദാസൻ എന്ന അധികാരത്തിൽ, നിയോഗത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈ സഭയെയും ഈ സഭയിലെ വിശ്വാസികളെയും ഇവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് രാത്രി ഈ 21-ാം തീയതി ജൂലൈ മാസം, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഉയരത്തിലെ ജ്ഞാനം ഔദാര്യമായിട്ട് സമൃദ്ധമായിട്ട് ഞങ്ങളുടെ മേൽ നിറഞ്ഞ് കവിയട്ടെ. കർത്താവെ, ഇന്ന് മുതൽ ഞങ്ങളുടെ സ്വഭാവം മാറട്ടെ, ഞങ്ങളൊരു പ്രകാശമായി മാറട്ടെ. കർത്താവെ, ആമേൻ, മലമേൽ പ്രകാശിക്കുന്ന പട്ടണം പോലെ ഞങ്ങളായിത്തീരട്ടെ. യേശുവെ, ഞങ്ങളെ കാണുന്നവൻ ഞങ്ങളുടെ യേശുവിനെ കാണട്ടെ. യേശുവെ, അങ്ങയുടെ സൗരഭ്യവാസനയായിട്ട് മാറട്ടെ. ഞങ്ങൾ മുഖാന്തരം പലരും ക്രിസ്തുവിനെ അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ പരിശോധനകളിൽ എൻ്റെ യേശു ക്രൂശിൽ യാതനകളെ സഹിച്ചതുപോലെ കർത്താവെ, ഉയരത്തിലെ ജ്ഞാനമില്ലാതെ എനിക്ക് നല്ലത് പറയുവാനും പിടിച്ചു നിൽക്കുവാനും സാധ്യമല്ല. ദൈവമേ, ഈ മരുഭൂ പ്രയാണം പൂർത്തിയാക്കുന്നത് വരെ ദൈവമേ, എനിക്ക് അങ്ങയുടെ ജ്ഞാനം കൂട്ടിയേ തീരൂ. ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഈ സഭയെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മാനിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അപ്പച്ചനെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി. സകലമാനവും മഹത്വവും കരയേറ്റുന്നു യേശു അപ്പച്ചൻ്റെ പുണ്യനാമത്തിൽ, നല്ല പിതാവേ, ആമേൻ.